ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിൽ ഒരു മെസ്സേജ് വന്നിരിക്കുന്നത് കാണാം. എന്താണ് ഈ മെസ്സേജ് എന്നാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്നത് സ്റ്റാർട്ടിംഗ് ഇൻ നവംബർ വി ആർ സിംപ്ലിഫൈങ് ആൻഡ് കൺട്രോൾ ഫോർ പ്രീ റോൾ, പോസ്റ്റ് റോൾ, സ്കിപ്പബിൾ ആൻഡ് നോൺ സ്കിപ്പബിൾ ആഡ്സ് ടു എക്സ്റ്റെൻഡ് ബെസ്റ്റ് പ്രാക്ടീസ് ആൻഡ് ഒപ്റ്റിമൈസ് ക്രിയേറ്റർ ഏർണിങ്സ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഈ നവംബർ മുതൽ യൂട്യൂബ് ഇത്തരത്തിൽ ആഡ്സിൽ കുറച്ച് ചേഞ്ചസ് എല്ലാം കൊണ്ടുവരുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഈ ചേഞ്ചസ് എല്ലാം കൊണ്ടുവരുന്നത് ക്രിയേറ്റേഴ്സിൻ്റെ ഏർണിങ്സ് എല്ലാം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയാണ് എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ ലേൺ മോർ എന്നതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് കൂടുതലായി മനസ്സിലാക്കാം. ഇപ്പോൾ ഇത്തരത്തിൽ ഒരു പേജ് നിങ്ങൾക്ക് ലഭിക്കും. ഇവിടെ യൂട്യൂബ് അഡ്വർടൈസിംഗ് ഫോർമാറ്റ് എന്നൊരു ഓപ്ഷനാണ് വന്നിരിക്കുന്നത്. അതായത് മോണിറ്റൈസേഷൻ റിലേറ്റ് ആയ കുറച്ച് ചേഞ്ചസ്, അതായത് അഡ്വർടൈസ്മെൻറ്റിൻ്റെ കാര്യത്തിൽ യൂട്യൂബ് കുറേ ചേഞ്ചസ് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ എന്താണ് ഈ ചേഞ്ചസ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ യൂട്യൂബ് പറയുന്നത് ഇത്തരത്തിൽ ഇവിടെ ആഡ് ഫോർമാറ്റ്സ് എല്ലാം കാണിക്കുന്നതിൽ കുറച്ച് ചേഞ്ചസ് എല്ലാം വരുത്തി വളരെ സിമ്പിളായ കുറച്ച് കാര്യങ്ങളെല്ലാമാണ് ഇപ്പോൾ യൂട്യൂബ് ഫോളോ ചെയ്യുന്നത് എന്നാണ്. നിലവിൽ നമ്മൾ യൂട്യൂബിൽ വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യുമ്പോൾ ഇൻഡിവിജ്വൽ ചോയ്സസ് എല്ലാം ലഭിച്ചിരുന്നു. അതായത് നമുക്ക് പോസ്റ്റ് റോൾ ആഡ്സ്, അതുപോലെ പ്രീ റോൾ ആഡ്സ്, സ്കിപ്പബിൾ ആഡ്സ് ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്യണോ എന്നെല്ലാം ഒരു ടിക്ക് മാർക്ക് എല്ലാം കൊടുത്തതിന് ശേഷമാണ് നമ്മൾ വീഡിയോ എല്ലാം അപ്ലോഡ് ചെയ്തിരുന്നത്. എന്നാൽ ഇനി നവംബർ മുതൽ ഇത്തരത്തിലൊരു ചോയ്സ് ഇൻഡിവിജ്വൽസിന് ലഭിക്കില്ല എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് ഇത്തരത്തിലുള്ള ഈ ഒരു ചോയ്സ് റിമൂവ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതുകൊണ്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇനി നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മൾ ജസ്റ്റ് ആഡ്സ് ഓൺ ചെയ്ത് വയ്ക്കുക മാത്രം ചെയ്താൽ മതി. നമ്മുടെ വീഡിയോയ്ക്ക് അനുസരിച്ച് എവിടെയെല്ലാമാണ് പ്രീ റോൾസ്, പോസ്റ്റ് റോൾസ്, അതുപോലെ സ്കിപ്പബിൾ, അതുപോലെ നോൺ സ്കിപ്പബിൾ ആഡ്സ് എല്ലാം കാണിക്കേണ്ടത് ഇതെല്ലാം യൂട്യൂബ് തന്നെ ഡിസൈഡ് ചെയ്യും. ഇത്തരത്തിൽ ഇത് അപ്രോപ്രിയേറ്റ് ആയി കൊടുക്കുന്നത് വഴി ക്രിയേറ്റേഴ്സിന് കൂടുതൽ ബെനിഫിറ്റ് എല്ലാം ലഭിക്കുമെന്നാണ് യൂട്യൂബ് ഇവിടെ പറയുന്നത്. അതുപോലെ ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു ഫോർമാറ്റ് ഇത് സ്റ്റാൻഡേർഡായി എല്ലാവർക്കും ഒരുപോലെ ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലൊരു ചേഞ്ച് കൊണ്ടുവന്നിരിക്കുന്നത്. എന്നാൽ ഇനി നിങ്ങൾ മിഡ് റോൾ ആഡ്സ് എല്ലാം കൊടുക്കുന്ന കാര്യത്തിൽ ഇതിൽ നിങ്ങൾക്ക് തന്നെ ഡിസിഷൻ എല്ലാം എടുക്കാൻ സാധിക്കും. അതായത് നമ്മുടെ വീഡിയോയുടെ എവിടെയാണ് മിഡ് റോൾ ആഡ്സ് എല്ലാം വരേണ്ടത്, നിങ്ങൾ ഒരു ലോങ് വീഡിയോ എല്ലാം പോസ്റ്റ് ചെയ്യുമ്പോൾ ഇത്തരത്തിൽ നമുക്ക് തന്നെ ഈ ഡിസിഷൻ എടുക്കാൻ സാധിക്കുമെന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഇതുവരെ നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്ന എല്ലാ വീഡിയോസിലും നേരത്തെ നമ്മൾ എന്തോ ഓപ്ഷനാണ് കൊടുത്തിരിക്കുന്നത് അതനുസരിച്ചുള്ള ആഡ്സ് എല്ലാമാണ് കാണിക്കുക. ഇനി വേണമെങ്കിൽ നമുക്ക് ഈ മോണിറ്റൈസേഷൻ സെറ്റിങ്സിൽ മാറ്റം വരുത്തി പുതിയ രീതിയിലേക്ക് ഇതിനെ മാറ്റാവുന്നതാണ്. ഇത്തരത്തിൽ നിങ്ങൾ ചേഞ്ച് ഒന്നും ചെയ്തിട്ടില്ല എങ്കിൽ നേരത്തെ നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ എന്തെല്ലാം ഓപ്ഷനാണ് കൊടുത്തിരിക്കുന്നത് അതിനനുസരിച്ച് തന്നെയാണ് നിങ്ങളുടെ വീഡിയോയിൽ ആഡ്സ് എല്ലാം വരിക എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഇവിടെ നിങ്ങൾക്ക് ഒരു നേരത്തെ വന്നിരിക്കുന്ന ഒരു അപ്ഡേറ്റ് കാണാൻ സാധിക്കും. അതായത് നേരത്തെ നമുക്കൊരു ഓവർലേ ആഡ്സ് എന്നൊരു ആഡ് ഉണ്ടായിരുന്നു. നമ്മൾ വീഡിയോസ് എല്ലാം കാണുമ്പോൾ നമ്മുടെ വീഡിയോയ്ക്ക് താഴെയായി സ്ക്രോൾ ചെയ്ത് പോകുന്ന തരത്തിലൊരു ആഡായിരുന്നു ഈ ഓവർലേ ആഡ് എന്ന് പറയുന്നത്. എന്നാൽ ഇത് ഏപ്രിൽ 6, 2023 മുതൽ ഇത് ഒഴിവാക്കിയിട്ടുണ്ട്. ഇത് ഒഴിവാക്കാനുണ്ടായ ഒരു സാഹചര്യം എന്ന് പറയുന്നത് വ്യൂവേഴ്സിൻ്റെ വ്യൂവിങ് എക്സ്പീരിയൻസ് ഇംപ്രൂവ് ചെയ്യുക എന്നതിന് വേണ്ടിയാണ്. കാരണം ഇത്തരത്തിൽ ഓവർലേ ആഡ്സ് എല്ലാം വീഡിയോയ്ക്ക് താഴെ കാണിക്കുമ്പോൾ വ്യൂവിങ് എക്സ്പീരിയൻസിനെ അത് ബാധിക്കുമെന്നത് കൊണ്ടാണ് ഇത് നേരത്തെ ഒഴിവാക്കിയിരുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ളൊരു ഇൻഫർമേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കെല്ലാവർക്കും മനസ്സിലാക്കുന്നതിന് വേണ്ടി എത്തരത്തിലുള്ള വീഡിയോ ആഡ് ഫോർമാറ്റ്സ് എല്ലാമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്ന് നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ആദ്യമായി ഇവിടെ സ്കിപ്പബിൾ വീഡിയോ ആഡ്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. സ്കിപ്പബിൾ വീഡിയോ ആഡ്സ് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു വ്യൂവർ അവർ ഒരു വീഡിയോ ഓപ്പൺ ചെയ്യുമ്പോൾ അതിലൊരു അഡ്വർടൈസ്മെൻറ്റ് വരുന്നു. ഈ ഒരു അഡ്വർടൈസ്മെൻറ്റ് 5 സെക്കൻഡ് കഴിഞ്ഞാൽ അവർക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ലഭിക്കും. ഇത്തരത്തിലുള്ള ആഡ്സിനെയാണ് സ്കിപ്പബിൾ ആഡ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു ആഡ് ടൈപ്പ് എന്ന് പറയുന്നത് ഇത് നോൺ സ്കിപ്പബിൾ വീഡിയോ ആഡ്സ് ആണ്. ഇവിടെ കൊടുത്തിരിക്കുന്നത് പോലെ യൂസർക്ക് സ്കിപ്പ് ചെയ്യാൻ കഴിയാത്ത ആഡ് ഫോർമാറ്റുകളാണിവ. അതായത് 15 സെക്കൻഡ്, അതുപോലെ 20 സെക്കൻഡ് വരെയുള്ള ലെങ്ത്തിലെല്ലാം ഇത്തരത്തിലുള്ള ആഡ്സ് എല്ലാം കാണാറുണ്ട്. ഇത്തരത്തിലുള്ള ആഡ്സ് എല്ലാം വരുമ്പോൾ ഇത് മുഴുവനായി കണ്ടതിന് ശേഷം മാത്രമാണ് നമുക്ക് വീഡിയോ കണ്ടിന്യൂ ചെയ്യാനെല്ലാം സാധിക്കുക. ഇതിനെയാണ് നോൺ സ്കിപ്പബിൾ വീഡിയോ ആഡ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു ടൈപ്പ് ആഡ്സ് എന്ന് പറയുന്നത് ബമ്പർ ആഡ്സ് ആണ്. ഈ ബമ്പർ ആഡ്സും സ്കിപ്പബിൾ അല്ലാത്ത ആഡാണ്. അതായത് ഇത് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കില്ല.
എന്നാൽ ഇതിൻ്റെ ടൈം എന്ന് പറയുന്നത് 6 സെക്കൻഡ് മാത്രമേ ഉള്ളൂ. ബമ്പർ ആഡ്സ് നമ്മുടെ വീഡിയോയിൽ ഓൺ ആയിരിക്കുന്നത് ഇത് നമ്മൾ സ്കിപ്പബിൾ അതുപോലെ നോൺ സ്കിപ്പബിൾ ആഡ്സ് എല്ലാം ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിൽ ബമ്പർ ആഡ്സും ഓട്ടോമാറ്റിക്കായി ഇത് ഓൺ ആയിരിക്കും. ഇതെല്ലാമാണ് യൂട്യൂബിലെ നിലവിലുള്ള ആഡ് ഫോർമാറ്റ്സ്. ഈ ആഡ് ഫോർമാറ്റ്സിലെല്ലാം ക്രമീകരണം നടത്തി, അതായത് ഒരു ക്രിയേറ്റർക്ക് കൂടുതൽ ബെനിഫിറ്റ് ഉള്ള രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരിക എന്നതാണ് യൂട്യൂബ് ഇപ്പോൾ ഇവിടെ ചെയ്യുന്നത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്